എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് കപ്പ് സൈസ് കൂടുതലുള്ള ബ്ലൗസിൻ്റെ കട്ടിങ്ങിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ വീഡിയോ കാണാം. അപ്പോൾ ചില ആളുകൾക്ക് ബോഡി മെഷർമെൻറ്റിനെ അപേക്ഷിച്ച് കപ്പ് സൈസ് കൂടുതലായിരിക്കും. അതുപോലെ ചില സന്ദർഭങ്ങളിൽ ചില ആളുകൾക്ക് കപ്പ് സൈസ് കൂടുതൽ വെക്കേണ്ടി വരും, അതായത് ഫീഡിങ് ടൈമിലൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ബ്ലൗസിൻ്റെ കട്ടിങ്ങിൽ വരുത്തുന്ന മാറ്റങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് വന്നിട്ട് ഒരു 34 സൈസ് ബ്ലൗസിൻ്റെ മാർക്കിംഗ് ആണ്. അപ്പോൾ ഇത് പെൻസിൽ കൊണ്ടാണ് വരച്ചത്, ഇത് കാണുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ ഷോൾഡറിലോ സ്ലീവിനോ വലിയ വ്യത്യാസം വരില്ല, അതേസമയം കപ്പ് സൈസ് മാത്രം കൂട്ടേണ്ടി വരും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിവിടെ നമുക്ക് ഷോൾഡർ ടു പോയിൻ്റ് വരുന്നത് 9 ഇഞ്ചാണ്. ഇതൊരു 1/2 ഇഞ്ച് കൂടുതൽ എടുക്കുക. അതുപോലെ ഇവിടെ വന്നിട്ട് 1 ഇഞ്ച് കൂടുതൽ എടുക്കുക. അതായത് ഷോൾഡർ ടു പോയിൻ്റ് 1/2 ഇഞ്ച്, കട്ടിങ്ങിൽ ഒരു 1/2 ഇഞ്ച്. അപ്പോൾ ആകെ 1 ഇഞ്ച് ഇവിടെ എക്സ്ട്രാ വേണ്ടി വരും. എന്നിട്ട് ഇതുപോലെ വരയ്ക്കുക. ഇവിടെ വന്നിട്ട് നമുക്ക് ഒരു ടക്ക് കൂടെ എക്സ്ട്രാ വരയ്ക്കാം. അപ്പോൾ ഈ ടക്കിൻ്റെ അകലെ ഇവിടെ കൂട്ടിയെടുക്കുക. അതുപോലെ ഇവിടെ വന്നിട്ട് ഒരു 1/2 ഇഞ്ചിന് ഒരു 3/4 ഇഞ്ച് കൂടുതലെടുക്കുക. അതായത് ഇവിടുത്തെ 1/4 ഇഞ്ച് ടക്ക് നമുക്ക് ഒരു പോയിൻ്റ് കൂടെ കൂട്ടാം. അതുപോലെ തന്നെ ഇവിടെയുള്ള ഈ ഫ്രണ്ട് ടെക്ക് വന്നിട്ട് ഇതിലിപ്പോൾ 1 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് 1.5 ഇഞ്ചോ 1.25 ഇഞ്ചോ ആവശ്യത്തിനനുസരിച്ച് കൂട്ടിയെടുക്കാം. ഇതിപ്പോൾ 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ ഈ ടെക്കിലും ഒരു പോയിൻ്റ് കൂടുതലെടുക്കാം. പിന്നെ ചെയ്യാനുള്ളത്, നമ്മൾ ആം ഹോള് ഫ്രണ്ടും ബാക്കും ഒരേപോലെ കട്ട് ചെയ്യുക. അതായത് ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് കട്ട് ചെയ്യണ്ട, പകരം നമുക്ക് ഇവിടെ വേസ്റ്റിൽ വന്നിട്ട് 1 ഇഞ്ച് കൂടുതലെടുക്കുക. അതേപോലെ തന്നെ നമ്മളിവിടെ ടെക്കിന് നമ്മൾ 1/2 ഇഞ്ച് വെച്ച് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അതേ 1 ഇഞ്ച് കൂടുതൽ വരും. പിന്നെ ചെയ്യാനുള്ളത് നെക്കിൻ്റെ ഇറക്കം. നെക്കിൻ്റെ ഇറക്കം ഇതിൽ 6 ഇഞ്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്കൊരു 1/2 ഇഞ്ച് കുറച്ചെടുക്കുക. അതുപോലെ വീതിയിലും വന്നിട്ട് ഒരു 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ കുറയ്ക്കാം. എന്നിട്ട് ഇവിടെ കഴുത്ത് വരയ്ക്കാം. അപ്പോൾ തയ്യത്തുമ്പ് ഇങ്ങോട്ട് മാറ്റിയിടുക. ഇതിൽ ബാക്കിൽ തയ്യത്തുമ്പ് ഇത് തന്നെ ആയിരിക്കും. അതുപോലെ കട്ടിങ് ഇപ്പോൾ ഇവിടെ 1 ഇഞ്ച് കൂടുമ്പോൾ കട്ടിങ് അതേപോലെ ചെറുതായിട്ട് തന്നെ വയ്ക്കുക, കട്ടിങ്ങിൻ്റെ വീതി കൂട്ടണ്ട. അപ്പോൾ ഇത്രയും മാറ്റങ്ങളാണ് വരുത്താനുള്ളത്. അപ്പോൾ അതൊന്നുകൂടെ പറയാം. നെക്ക് ഒരു 1/2 ഇഞ്ച് കയറ്റിയെടുക്കുക, 1/4 ഇഞ്ച് ഉള്ളിലേക്ക് കുറച്ചെടുക്കുക. അതുപോലെ ആം ഹോള് ഇതേപോലെ ഫ്രണ്ട് ബാക്ക് ഒരേപോലെ കട്ട് ചെയ്യുക. അതേസമയം സ്ലീവിൽ കുഴിച്ച് കട്ട് ചെയ്യും വേണം. അപ്പോൾ ആ സ്ലീവിൻ്റെ കുഴിച്ച് കട്ട് ചെയ്യുമ്പോൾ ആം ഹോൾ കൂടുതൽ വരും. അതിനാണ് നമ്മളിവിടെ 1 ഇഞ്ച് അധികം എടുത്തത്. പിന്നെ ടെക്കിൽ ഇതിൽ രണ്ടിലും വേണമെങ്കിൽ ഓരോ പോയിൻ്റ് കൂടുതൽ വയ്ക്കുക. ഇവിടെ വന്നിട്ട് 1/2 ഇഞ്ചോ 3/4 ഇഞ്ചോ കൂടുതൽ വയ്ക്കുക. അതേപോലെ ഷോൾഡർ ടു പോയിൻ്റ് 1/2 ഇഞ്ച് കൂടുതലെടുക്കുക. ഈ മെയിൻ ടെക്കിൻ്റെ നീളം 1/2 ഇഞ്ച് കൂടുതലെടുക്കുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് കട്ടിങ് ചെറുതായി വരും. അപ്പോൾ ഇത്രയും മാറ്റങ്ങളാണ് നമുക്ക് ഈ ബ്ലൗസിൽ കപ്പ് സൈസ് കൂട്ടാൻ വേണ്ടിയിട്ട് വരുത്തേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പമുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക.